വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ അറബിയാണ് കേട്ടോ. അപ്പോൾ അറബിയിൽ എന്തൊക്കെയാണ് ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഫുള്ള് ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതാണ് കേട്ടോ. ഇതേപോലത്തെ മോഡൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇത് നോക്കിയിട്ട് ഒറ്റയായത് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ഒറ്റയായത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ചിത്രം കൊടുത്തിട്ടുള്ളത്? തുഫാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ എന്നാണ്. അപ്പോൾ കൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടി എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അനാനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈതച്ചക്കയാണ്. റുമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമാമ്പഴമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഒറ്റയായത്? അപ്പം തുഫാഹ്, അനാനസ്, റുമാനി ഇത് മൂന്നും എന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ. അതായത് പഴവർഗ്ഗത്തിൽ പെട്ടതാണ്. പക്ഷെ നമ്മുടെ കൽബ് എന്താണ്? മൃഗമാണല്ലേ. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടതാണ്. അപ്പോൾ കൽബാണ് ഇതിൽ ഒറ്റപ്പെട്ടത്. ഇനി ഇത് രണ്ടാമത്തെ നോക്കാം നമുക്ക്. അപ്പോൾ അതിലേതാണ് ഒറ്റപ്പെട്ട അക്ഷരം എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റത്തെ അക്ഷരമാണ് ത, തി, പിന്നെ ബു, തു. ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? ത, തി, തു. ഇത് മൂന്ന് എന്താണ്? ഒന്നാണല്ലേ, ത ആണല്ലേ. അപ്പൊ ഇതിൽ ബു ആണ് ഇവിടെ ഒറ്റപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഉത്തരമാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വായനാ ദിനത്തിൽ സ്കൂളിൽ ഒരുക്കിയ അക്ഷരമരത്തിൽ അക്ഷരങ്ങൾ നമുക്ക് വായിച്ചാലോ. അപ്പൊ എക്സാമിന് ഇതേപോലെ അക്ഷരങ്ങൾ ടീച്ചർക്ക് വായിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ആ ഫസ്റ്റത്തെ അക്ഷരം എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ത കൊടുത്തിട്ടുണ്ട്, റു കൊടുത്തിട്ടുണ്ട്, സി കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്, ഹ കൊടുത്തിട്ടുണ്ട്, അലിഫും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതേപോലെ എല്ലാ അക്ഷരങ്ങളും അപ്പോൾ അലിഫ് ബാ താ ഒക്കെ നിങ്ങൾ നോക്കി പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഏതാണ് അക്ഷരം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാന്ന് പറയാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പ്രവർത്തനമാണ് ചിത്രത്തിൽ ഉള്ളത് ഏതാണെന്ന് കൂട്ടി യോജിപ്പിക്കാനേ. നമുക്ക് യോജിപ്പിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതാണ് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒരു മീനാണല്ലേ. അതിന് അറബിയിൽ എന്താ പറയാ? സമക്ക് എന്നാണ് പറയലേ. ഇനി രണ്ടാമത്തെ ചിത്രം ഉർമാൻ പഴമാണല്ലേ. അപ്പോൾ അതിന് അറബിയിൽ എന്താ പറയാ? റുമാൻ എന്നാണ് പറയലേ. ഇനി എന്താണ്? ഒരു പപ്പായയാണല്ലേ. അപ്പോൾ പപ്പായക്ക് നമ്മൾ എന്താ അറബിയിൽ പറയാ? ബബായ എന്നാണല്ലേ. ഇനി എന്താണ് ഒരു കുരുവിക്ക് അറബിയിൽ പറയലേ? അപ്പൊ ബുൽബുൽ എന്നാണ് ഒരു കുരുവിക്ക് എന്തിൽ പറയാ? അറബിയിൽ പറയലേ. ഇനി സിംഹത്തിന് എന്താണ് പറയുന്നത്? അസദ് എന്നാണ് ഒരു സിംഹത്തിന് അറബിയിൽ പറയുന്നത്. അപ്പൊ ഇതേപോലത്തെ വേറെ ഏതെങ്കിലും പിക്ചർ തന്നുകാണ്ടായിരിക്കും നിങ്ങൾക്ക് യോജിപ്പിക്കാനുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരല്ലോ കേട്ടോ. ഇനി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. നമുക്ക് പൂരിപ്പിച്ചാലോ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതും കൂടിയാണ് കേട്ടോ. കാരണം ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ പിന്നെ ഇട്ടത് കേട്ടോ. ഇനി അവിടെ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ചിത്രം കുളത്തിന് എന്താ പറയുക അറബിയിൽ? ബിർക്ക എന്നാണ്. അവിടെ വിട്ടുപോയ ഭാഗം എന്താണ്? ബ ആണ്. അതുകൊണ്ട് അവിടെ എന്താ പറയുക? ബിർക്ക എന്നാണ് കുളത്തിന് പറയാ. അപ്പൊ രണ്ടാമത്തെ ചിത്രം എന്താണ്? ഒരു കോയിയാണല്ലേ. കോയിന് എന്താണ് പറയല്? ദീക്ക് എന്നാണ്. അപ്പൊ ദാ ആണ് അവിടെ വിട്ടുപോയ അക്ഷരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്? ഒരു പട്ടിയാണല്ലേ. അതിന് അറബിയിൽ എന്താ പറയാ? കൽബ് എന്നാണ്. അവിടെ ക ആണ് വിട്ടുപോയത് കേട്ടോ. അവിടെ പൂരിപ്പിച്ച എന്താണ്? ക ആണ്. ഇനി നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് മീനാണല്ലേ. മീനിന് അറബിയിൽ എന്താ പറയാ? സമക്ക് എന്നാണ്. അപ്പൊ അവിടെ വിട്ടുപോയ ഭാഗം സ ആണ് കേട്ടോ. സമക്. അപ്പം അതേപോലെ അഞ്ചാമത്തെ ചിത്രം എന്താണ്? വീടാണല്ലേ. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അറിയാലോ വീടിന് എന്താ പറയല്? ബൈത്ത് എന്നാണല്ലേ. അപ്പൊ അവിടെ വിട്ടുപോയ ഭാഗം എന്താണ്? ചുവപ്പ് വരയിട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണ്? ബ ആണല്ലേ. അപ്പൊ വീടിന് എന്താ പറയാ? ബൈത്ത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചിത്രം തന്നിട്ടായിരിക്കും ചോദിക്കല്. അപ്പൊ നിങ്ങൾ എല്ലാവരും സെന്റൻസ് ഒക്കെ വാക്കുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം നോക്കാം. ഈ പ്രവർത്തനത്തിലും വിട്ടുപോയ ഭാഗവും പിന്നെ അതേപോലെ ഓരോ വേർഡും എഴുതാനുണ്ടല്ലേ. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ 3 ആയിക്കാണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കിയാലോ.
അപ്പൊ ഒന്നാമത്തെ അതിൽ അക്ഷരം എന്താണ് കറക്റ്റ് ആക്കിക്കാണ്ട് അവിടെ ഒരു ചുവപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ സൂസി എന്നാണ് ഒന്നാമത്തെ ചെറിയ കിളിക്ക് പറയുന്നത്. രണ്ടാമത്തെ റൂ ആണ് ഉത്തരയിക്കാണ്ട് വരെ എന്താണ് റോമാൻ എന്നാണ് കൂട്ടി വായിക്കല്. ഇനി മൂന്നാമത്തെ സിംഹത്തിന് എന്താണ് നമ്മൾ പറയല് അറബിയില് അസദ് എന്നാണല്ലേ. അപ്പൊ നമ്മൾ അസദ് എന്ന് അവിടെ അറബിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അസദ് നിങ്ങൾ കാര്യമായിട്ടും പഠിച്ചു വെക്കുക, കാരണം എക്സാമിന് എന്തായാലും അസദ് എന്ന് എഴുതാൻ എവിടെങ്കിലും വായിക്കാണ്ട് വരും ട്ടോ. ഇനി ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതേപോലെ ഏതെങ്കിലും ഒരു പിക്ചർ തരും. ചിലപ്പോൾ ഇതന്നെ എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിക്ചർ തരാം. എന്നിട്ട് ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് അറബിയിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. അത് മക്കളെ ഭയങ്കര സിമ്പിൾ ആയത് മാത്രമേ ചോദിക്കല്ലോ കേട്ടോ, കാരണം നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കല്ലോ. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറബിയിൽ നോക്കാം. അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പൊ മീനുണ്ടല്ലേ. മീനിന് അറബിയിൽ എന്താ പറയാ? സമക്ക് എന്നാണ് അറബിയിലെ മീനിനെ പറയാ. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? ആദ്യം സമക്ക് എന്ന് എഴുതണം. പിന്നെ എന്താണില്ലത്? നായി ഉണ്ടല്ലേ മീൻ്റെ അടുത്ത്. അപ്പൊ നായ്ക്ക് മീൻ അറബിയിൽ എന്താ പറയാ? കൽബി എന്നാണ്. അപ്പൊ കൽബ് എന്ന് നിങ്ങൾ അറബിയിൽ എഴുതണം. ഇനി എന്താണ് അതിന്റെ അടുത്തുള്ളത്? ഒരു കോഴിക്കുട്ടി ഉണ്ടല്ലേ. കോഴിക്കുട്ടിന് എന്താണ് അറബിയിൽ പറയാല്? സൂസി എന്നാണ് ട്ടോ. പിന്നെ എന്താണില്ലേ? സുഫാഹ് ഉണ്ട്, ബൈത്ത് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതിലുണ്ട്? ആ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ തുഫാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ ആണ് ട്ടോ. മരത്തുമ്മല് കാണില്ല നിങ്ങൾ ആപ്പിള്, അതാണ് തുഫാഹ് എന്ന് പറയുന്നത്. അവിടെ വലുതായിക്കാണ് കാണുന്നത് എന്താണ്? ബൈത്താണല്ലേ. അപ്പൊ നമ്മൾ വീടിന് പറഞ്ഞ അറബിയിൽ പറയുന്ന പേരാണ് എന്ത്? ബൈത്ത്. പിന്നെ അടുത്തൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഒരു കുട്ടീൻ്റെ കുടിരിക്കലാണ്. അപ്പോൾ ആ കുടിരിക്കൽ ആ ക്ലാസ്സിലെ കുട്ടികളായിട്ട് പെരേക്ക് വരാനല്ലേ. എന്നിട്ട് പെരയിലെ ഓരോ അംഗങ്ങളിനെയും പരിചയപ്പെടുത്തി കൊടുക്കാണ്. അപ്പം നമുക്ക് നോക്കിയാലോ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഹാദ. അവിടെ എന്താണ് ബ്രാക്കറ്റ്? അവിടെ ഫില്ല് ചെയ്യാൻ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഹാദ അബുൻ. അബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫാദർ അല്ലെങ്കിൽ ഉപ്പാനാണ് അറബിൽ അബുൻ എന്ന് പറയാ. പിന്നെ ഹാദിഹി. അപ്പൊ ആദിഹി പെണ്ണാവുമ്പോൾ അവിടെ എന്താ പറയാ? ആദിഹി ഉമ്മുൻ. അപ്പൊ ആദിഹി ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മാനെയാണ് ഉമ്മുൻ എന്ന് പറയുന്നത്. ഇനി ബ്രദറിന് എങ്ങനെ അറബിയിൽ പറയാ? ആദ അഹുൻ. അപ്പൊ ആദ അഹുൻ എന്ന് പറഞ്ഞ എന്താ? ബ്രദർ എന്നാണ്. ഇനി പെങ്ങള് അഥവാ സിസ്റ്ററിന് എങ്ങനെയാണ് അറബിയിൽ പറയാ? സിസ്റ്റർ ഹാദിഹി ആണ്, ആണ് ഹാദ ആണ് കേട്ടോ. ഇനി ആദീൻ ഒഹുത്തുൻ. അപ്പൊ സഹോദരിക്ക് ഒഹത്തുൻ എന്നാണ് പറയാ. അപ്പൊ ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് എന്നാണ് അറബിയിൽ പറയുന്നത്. അപ്പൻ അബുൻ, ഉമ്മുൻ, അഹുൻ, പിന്നെ ഒഹുത്തുൻ. അപ്പൊ ഇത്രയൊക്കെ ആൾക്കാരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അപ്പോൾ അതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൊടുത്തിട്ടുള്ള പ്രവർത്തനം അതിൽ 2, 1, 3. അപ്പൊ എത്ര കണക്കുണ്ടല്ലേ. ആ ഓരോ നമ്പർ നമുക്ക് അറബിയിലും അയക്കാണ്ട് അക്കം അയക്കാണ്ടും അപ്പോൾ വാക്കുകൾ അയക്കാണ്ടും എഴുതി നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ 2 കിളികളുണ്ടല്ലേ. അപ്പൊ 2 കിളികളിന് എന്താ അറബിയിൽ എങ്ങനെ പറയാ? ഇസ്നാൻ. അപ്പൊ ഇസ്നാനി എന്നാണ് 2 കിളികളെ നമ്മൾ പറയല്. ഇനിയിപ്പോ ഒരു കോഴിയാണ്. അപ്പൊ ഒരു കോഴിന് നമ്മൾ അറബിയിൽ അവിടെ എന്താ പൂരിപ്പിക്കേണ്ടത്? വാഹിദ്. നമ്മൾ ഒന്നിനെയാണെങ്കിൽ വാഹിദ് എന്നും, ഇനി 3 ആണെങ്കിൽ എന്താ പറയാ? സലാസ എന്നാണ് പറയാ. അവിടെ 3 ബോളുകളുണ്ട്, അതുകൊണ്ട് 3 എന്താ പറയാ? സലാസ. അതേപോലെ അറബിയിൽ എഴുതുന്നു നിങ്ങൾ നോക്ക് കേട്ടോ. ഇനി 2 കുട്ടികളാണ് ഇല്ലത്. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇസ്താൻ. അപ്പോൾ ഇസ്നാൻ എന്നാണ് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ പറയാ. ഇനി ഒരു ഉറുമ്പാണ്, അപ്പൊ നമ്മൾ എന്താ പറയാ? വാഹിദ്. അപ്പോൾ ഒന്നിനെ നമ്മൾ എന്താ പറയാ? വാഹിദ്. അപ്പൊ ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ വേറെ ചിത്രം തന്നുകാണ്ട് നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കൂട്ടോ. ഇനി നിങ്ങൾ നോക്കൂ മക്കളെ, അവിടെ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ ഉത്തരങ്ങളും അടിയിൽ കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ പേരുകൾ. അത് യോജിപ്പിക്കാനാണ് പറയുന്നത്. നമുക്ക് യോജിപ്പിച്ചുകാണ്ട് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ്? കുളമാണല്ലേ. അപ്പോൾ കുളത്തിന് അറബിയിൽ എന്താ പറയുക? ബർക്ക. അത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ, ബർക്ക എന്ന്. അപ്പോൾ എന്താണ് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? ഈത്തപ്പഴമാണല്ലേ. ഈത്തപ്പഴന് അറബിയിൽ എന്താ പറയാ? തംബ്ര എന്നാണ് ഈത്തപ്പഴന് അറബിയിൽ പറയാ. ഇനി പപ്പായ ആണല്ലേ മൂന്നാമത്തെ ചിത്രം. പപ്പായക്ക് എന്താണ് അറബിയിൽ പറയാ? ബബായ എന്നാണ് ഈ പപ്പായക്ക് അറബിയിൽ പറയല്. ഇനി നമ്മുടെ എന്താണ് ഒരു പക്ഷിയാണല്ലേ. ആ പക്ഷിക്ക് എന്താണ് നമ്മൾ അറബിയിൽ പറയാ?
ബുൽബുൽ എന്നാണ് അറബിയിൽ പക്ഷിനെ പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചിത്രമാണ് കൈതച്ചക്ക. കൈതച്ചക്കന് എന്താണ് അറബിയിൽ പറയാ? അനാനാസ് എന്നാണ് അറബിയിൽ കൈതച്ചക്കനെ പറയുന്നത്. അപ്പൊ ഇതേപോലെ വേറെ ഏതെങ്കിലും ചിത്രം തന്നിട്ടാണ് നിങ്ങൾക്ക് യോജിപ്പിക്കാൻ ഉണ്ടാവും ട്ടോ. ഇനി അടുത്തൊരു പ്രവർത്തനമാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, അതേപോലെ അടിയിക്ക് എടുത്ത് എഴുതാനാണ്. അപ്പൊ ബർക്ക ബർക്ക, അതേപോലെ തന്നെ അടിയിക്ക് എന്ത് എഴുതാ? ബർക്ക ബർക്ക എന്ന് എഴുതാ. പിന്നെ അടുത്തൊരു ചോദ്യമാണ് ബൈത്തുൻ ബൈത്തുൻ, അതേപോലെ തന്നെ അടിയിൽ ബൈത്തുൻ ബൈത്തുൻ എന്ന് എഴുതാനാണ്. അപ്പൊ ഇതേപോലെ എടുത്ത് എഴുതാനും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂട്ടോ മക്കളെ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ.